ഇന്ന് നമ്മൾ റെഡിയാക്കണത് നമ്മുടെ അമൃതം പൊടി വെച്ച് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അമൃതം പൊടിയൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുഞ്ഞു മക്കൾക്ക് ഇതുപോലെയൊന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. അവരത് ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്കൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ അളവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു പോകരുത് കേട്ടോ. ഇനി നെയ്യൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. 1 മിനിറ്റൊക്കെ മതിയാകും. ഇതുപോലെ ഇളക്കാൻ തുടങ്ങുമ്പം തന്നെ അമൃതം പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും. അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് 1 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ ചേർക്കണത്. കൂടെ തന്നെ 1/4 കപ്പ് അവലും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളയവലാണ്. ഇതിന് പകരമായിട്ട് മട്ടയവൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണേ. നെയ്യിൽ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണ കൊണ്ട് നെയ്യുടെ നല്ലൊരു ഫ്ലേവർ കൂടെ ഇതിനുണ്ടാവും. നല്ല രുചിയുള്ള പലഹാരമാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമുക്കിത് നല്ലപോലെ റോസ്റ്റായി കിട്ടാനായിട്ട് 5-6 മിനിറ്റൊക്കെ സമയമെടുക്കും. ഇത് നല്ലപോലെ റോസ്റ്റ് ആകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു സൗണ്ടും കേൾക്കും. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊട്ടിക്കാനും പറ്റും. കണ്ടോ, ഇതുപോലെ ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഫൈൻ പൗഡറായിട്ടല്ല കേട്ടോ ഇത് പൊടിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് പൾസ് ബട്ടണിലിട്ട് 2-3 വട്ടം ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതുപോലെ ചെറിയ തരിയായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള ശർക്കരപ്പാനി റെഡിയാക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മൾ ഈ ശർക്കരയൊക്കെ പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽട്ടായി കിട്ടും. ഇവിടെ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചിട്ടെടുക്കാം. ശർക്കരയിൽ കല്ലുമണ്ണൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും അരിച്ചിട്ട് തന്നെ എടുക്കണേ. ഇനി ശർക്കരപ്പാനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നമുക്കിത് ഒറ്റനൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അമൃതം പൊടി അവലിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി വരും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നല്ലോണം തിക്കായിട്ട് വരും. ഇതിവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ 3 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ചേർക്കണത്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. നട്ട്സൊക്കെ ചേർക്കുമ്പോൾ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതൊന്നും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഈ ഒരു സ്വീറ്റിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഇതുപോലെ ലാസ്റ്റ് ഈ നെയ്യും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ട് നമുക്കിങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പാകത്തിനുള്ള ചൂടാകുന്ന സമയത്ത് നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. നമുക്കിതിന് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ചെറിയ ബോൾസായിട്ടൊക്കെ എടുക്കാം. ഞാൻ ഈ ഷേപ്പാണ് കേട്ടോ കൊടുക്കണത്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ഷേപ്പാക്കിയിട്ടെടുക്കാം. ഞാനിവിടെ എല്ലാം തന്നെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. അമൃതം പൊടിയുടെ ഒരു ടേസ്റ്റും തന്നെ നമ്മുടെ ഈ ഒരു സ്വീറ്റിന് ഉണ്ടാവില്ല. കാണാനായിട്ട് ഒന്നും കൂടെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടി ചെറിയ പീസാക്കിയതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ഒരു തവണയിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്